ഇവിടെ ഒരു പെണ്ണ് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വരുമായിരുന്നു. നല്ല മഴയായതുകൊണ്ട് കുടയും പിടിച്ച് വരുമ്പോൾ ഇടവഴിയിൽ നല്ല ഇരുട്ടായതുകൊണ്ട് ടോർച്ചടിച്ച് നടന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പെണ്ണുംപിള്ള മഴ നനഞ്ഞു പോകുന്നത് കണ്ടു. ഇവൾ അവരുടെ ബാക്കിലേക്ക് ടോർച്ചടിച്ചപ്പോൾ പെണ്ണുംപിള്ള തിരിഞ്ഞു നോക്കി. അവൾ അവരുടെ അടുത്ത് പോയി നമുക്കൊപ്പം ഈ കുടയിൽ പോകാമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതുവഴി നടക്കാൻ പേടിയാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ വീട്ടിലിരുന്നാ പോരെന്ന് പെണ്ണുംപിള്ള ചോദിച്ചു. അപ്പൊ പിന്നെ നീ എനിക്ക് ചെലവിന് തരുമെന്ന് പറഞ്ഞു. ശരി എന്നാ പോവാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നടന്നു. അവരിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ തോളത്ത് കുറെ മുടി കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അവൾ അവരെ തിരിഞ്ഞു നോക്കിയില്ല, പക്ഷെ പേടിച്ച് ഒപ്പം നടന്നു. പതിയെ ആ സ്ത്രീയുടെ ശബ്ദം ആണുങ്ങളെ പോലെ ആവാൻ തുടങ്ങി. എല്ലുകളൊക്കെ പൊട്ടുന്ന ശബ്ദം കേട്ട് അവൾ പേടിച്ചു. പോകുമ്പോൾ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. നടത്തം അങ്ങനെ സ്ലോ ആയി. പടച്ചോനെ, മൂർഖനാണല്ലോ ചവിട്ടിയത്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ് നടന്നപ്പോൾ കാലിന്നും കയ്യിന്നുമുള്ള എല്ലെല്ലാം പൊട്ടുന്ന ഒച്ച കേട്ട് അവരെ നോക്കി. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവരുടെ കൈയും കാലും ശരീരവും എല്ലാം ഫുള്ള് നീളം വെക്കാൻ തുടങ്ങി. ആ സ്ത്രീ പെട്ടെന്ന് അനങ്ങാതെ നിന്നു. അവൾ മുഖത്തേക്ക് ടോർച്ചടിച്ചപ്പോൾ അവളെ തിരിഞ്ഞു നോക്കി. ഓ, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, പുറകിലേക്ക് നോക്കാതെ നടക്കുക. സ്പീഡിൽ പോയി. ഒരുപാട് ദൂരം കഴിഞ്ഞ് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അവളെ ഫോളോ ചെയ്യുന്നു. വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം അങ്ങ് ഓടി. കുറെ അപ്പുറത്തുള്ള ലൈറ്റിന്റെ ഷോപ്പിൽ പോയി കടക്കാരനെ വിളിച്ച് അതിനെ കാണിച്ചു കൊടുത്തു. ആ രൂപം കൂടുതൽ അടുത്തേക്ക് വരാനായി തുടങ്ങി. അവരുടെ അടുത്ത് വന്നപ്പോൾ അയാളുടെ കൂളിംഗ് ഗ്ലാസ് അഴിച്ചു. നീയോ, നിന്നെ എന്റെ പട്ടിക്ക് പോലും വേണ്ടെന്ന് പറഞ്ഞ് ആ പ്രേതം മുഖം തിരിച്ചുപോയി. പാവം, അയാൾക്ക് ഇമോഷണൽ ഡാമേജ് ആയി.